السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയ നാട്ടുകാരെ, നാം ഏവരും ഒരുമിച്ച് കൂടിയത് റമളാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തായ മഅ്ഫിറത്തിന്റെ പത്തിലാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ വളരെയേറെ പവിത്രതയുള്ള ഒരു മാസമാണ്. കാരണം റമളാൻ മാസത്തിലാണ് വിശിഷ്ട അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ഇറങ്ങപ്പെട്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു തആല ഖുർആൻ ഇറക്കിയതും റമളാൻ മാസം ഉണ്ടാക്കിയതുമെല്ലാം മുഅ്മിനീങ്ങളായ ഞങ്ങൾക്ക് രക്ഷപ്പെടാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. റമളാൻ മാസം ഏറ്റവും നല്ല ഒരു മാസമാണ്. കാരണം ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനും നല്ലൊരു മാസമാണ് റമളാൻ. റമളാൻ മാസത്തിലെ അവസാനത്തെ രാത്രിയാണ്, അഥവാ നോമ്പ് 29-നോ നോമ്പ് 30-നോ ആണ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ദിവസം. ഇനി ഒരു വ്യക്തി നോമ്പ് നോൽക്കുക അഥവാ റമളാൻ മാസം അദ്ദേഹം വേണ്ടതുപോലെ ജീവിച്ചില്ല, നോമ്പ് നോൽക്കാതിരിക്കുകയും ഖുർആൻ ഓതാതിരിക്കുകയും ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുകയും തറാവീഹ് നിസ്കരിക്കാതിരിക്കുകയും ഹറാം കാണുകയും ഹറാം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഇങ്ങനത്തെ ഒരാൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മുന്നിൽ നിന്നും അടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മലായികത്ത് കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകുന്നത്, എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മലായികത്ത് പറയും, ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നബിക്കറിയോ? റമളാൻ മാസത്ത് വേണ്ടതുപോലെ ജീവിച്ചില്ല, ഖുർആൻ ഖത്ം തീർത്തില്ല, തറാവീഹ് നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല, ഹറാം കാണുകയും ഹറാം ചെയ്യുകയും ചെയ്തു. എല്ലാ കുറ്റങ്ങളും റമളാൻ മാസത്ത് പോലും ഇദ്ദേഹം ചെയ്തു. ഇദ്ദേഹത്തെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം റമളാൻ മാസത്ത് പോലെ ഇത്രയും തെറ്റ് ചെയ്തിട്ടും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തെ തൊട്ട് ശുപാർശ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയുണ്ടായി. ഇത്രയും തെറ്റ് ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ മുഅ്മിനീങ്ങളായ തന്റെ ഉമ്മത്തീങ്ങളായ ഞങ്ങളെ വേദനിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഇത്രയും സ്നേഹിച്ചിരുന്നു നമ്മുടെ നബി ഞങ്ങളെ. എന്നിട്ട് ശുപാർശ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, നബിയേ, നിങ്ങൾക്കറിയില്ലേ ഇദ്ദേഹം എന്താണ് ചെയ്തത് എന്ന്? ഇദ്ദേഹം റമളാൻ മാസത്തെ പോലെ ഇത്രയും തെറ്റ് ചെയ്തില്ലേ, പിന്നെ എന്താണ് നബിയേ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആലയും ഇതുപോലെ പറഞ്ഞത് കേട്ടപ്പോൾ ഈ മനുഷ്യനെ തൊട്ട് വിദൂരയാവുകയാണ്. ആരാണ് വിദൂരയായത്? ലോകത്തിന്റെ നേതാവായ ഞങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് റമളാൻ മാസം. പിന്നൊരിക്കൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅക്കും മിമ്പറിൽ കയറുന്ന സമയത്ത് 3 തവണ ആമീൻ 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 എന്ന് പറയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങൾ എന്തിനാണ് 3 തവണ ആമീൻ ആമീൻ എന്ന് പറഞ്ഞത്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? മുത്തുനബി ഞാൻ മിമ്പറിൽ കയറുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയുണ്ടായി. റമളാൻ മാസത്ത് ആരെങ്കിലും വേണ്ടതുപോലെ ജീവിച്ചില്ലെങ്കിൽ അഥവാ തെറ്റ് ചെയ്ത് ജീവിച്ചാൽ അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. എത്ര ഗൗരവമുള്ള കാര്യമാണ് റമളാൻ. ഈ റമളാൻ മാസത്തെ പോലെ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം, റമളാൻ മാസത്തെ തെറ്റ് ചെയ്യരുത്. റമളാൻ മാസത്തെങ്കിലും ഞങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. റമളാൻ മാസം മാത്രമല്ല,
മറ്റു മാസങ്ങളിലും അങ്ങനെ തന്നെ ജീവിക്കുക. പ്രത്യേകിച്ചും റമദാൻ മാസം. റമദാൻ മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കുക, നല്ല സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, മൗലിദുകളും മറ്റു മജ്‌ലിസുകളിലും നിങ്ങൾ പങ്കെടുക്കുക, തറാവീഹിൽ കൂടുക, നോമ്പ് നോൽക്കുക, തെറ്റ് ചെയ്യാതെ ജീവിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഇങ്ങനെയെല്ലാം നിങ്ങൾ റമദാൻ മാസം ഫുള്ളും ജീവിച്ചാൽ ബാക്കിയുള്ള മാസവും അങ്ങനെ തന്നെയാകും എന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല റഹ്മത്തിന്റെ പത്തിൽ ഞങ്ങളെല്ലാം നന്മ ചെയ്തതെല്ലാം സ്വീകരിക്കട്ടെ. എന്തൊക്കെ തിന്മ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ഹറാമ് കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ ഹറാമ് പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു തആല പുറത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹ് നീ പുറത്തു തരണേ. ഞങ്ങളുടെ നന്മയെല്ലാം നീ സ്വീകരിക്കണേ. ഇവിടെ ഒരുമിച്ച് കൂടി ആരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഇവിടെ മറവട്ട് കിടക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നീ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണേ. ഞങ്ങൾ ഈ റമദാൻ മാസത്തിന്റെ പവിത്രത കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിൽ കൊണ്ടുവരണേ. സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നീ എത്തിക്കണേ. ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമേ. ഞങ്ങളെ നീ തെറ്റിലേക്ക് കൊണ്ടുപോകല്ലേ. ശൈത്താന്റെ ശർറിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വഖറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.